നമസ്കാരം. സൗകര്യം ഗാന്ധിയുടെ ദൈവം തമ്പനാണല്ലോ, മഹാത്മാഗാന്ധി ദൈവം തമ്പനാണോ എനിക്കറിയത്തില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന അങ്ങനെ അവതാരം കൂടെ ബ്രിട്ടീഷുകാരൻ കൂമ്പി തിന്ന് തീമ്പി നമ്മളെ കടിച്ച് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി മറ്റ് ഭരിച്ചൊന്നും കിട്ടാനില്ലാതെ ഇട്ടേച്ച് പോയതാണ്. അതിന് എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഗാന്ധി സമരം ചെയ്ത് ഉണ്ടാക്കിയെന്ന്. ഗാന്ധിജി ഒന്നും ഒരു ചുക്കം ചെയ്തില്ല. എപ്പോഴാണ് വന്നേ? ആഫ്രിക്ക ചെന്ന് ചവിട്ട് മടിച്ചിട്ടുണ്ട്, അത് ശരിയാ. ആഫ്രിക്ക ചെന്ന് ചവിട്ട് മടിച്ചു, ഇവിടുന്ന് ആരും ചവിട്ടിയില്ല. ഇവിടെ പുള്ളി എന്നാ രണ്ട് പെങ്കൊച്ചുകളെ കൈയിട്ടുണ്ടെങ്കിൽ നടന്നു പോയതല്ലാതെ ഒരു ഉത്തരവും നമ്മളാരും ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോൾ പി സി ജോർജിൻ്റെ ആ വിവാദമായ ആ പരാമർശം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ പറ്റിയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിനെ ചീത്ത വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ സുഡാപ്പികളാണ് എന്ന് നമുക്ക് അത് ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തയുടെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അവരാണ് ഇക്കാലത്തും ഗാന്ധിയെ ഇങ്ങനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം മഹാത്മാവ് അല്ലേ എന്ന്. തീർച്ചയായിട്ടും മഹാത്മാവാണ്, ഒരർത്ഥത്തിൽ മഹാത്മാവാണ്. പക്ഷേ എന്താ പറയുക, എല്ലാ മനുഷ്യരും വിമർശിക്കപ്പെടും. ആരും വിമർശനത്തിന് അതീതരൊന്നുമല്ല. ദൈവം തമ്പുരാൻ പോലും വിമർശനത്തിന് അതീതരല്ല. നമുക്ക് തിരിച്ചറിവ് വരുന്ന കാലത്താണ് നമ്മൾ കൂടുതൽ ഓരോ സംഭവങ്ങളെപ്പറ്റി, ഓരോ വ്യക്തികളെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ മുക്കിക്കളയാനും മാത്രമുള്ള തിന്മകളും അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. അക്കാര്യത്തിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതവും അഹിംസാ സിദ്ധാന്തവും ഒക്കെ അതൊക്കെ ഒരു ഇരട്ടത്താപ്പായിരുന്നു എന്ന് അക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ളവർ പലതവണ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സി രവിചന്ദ്രൻ മാഷിനെ പോലുള്ള യുക്തിവാദികളൊക്കെ അത് പല വേദിയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അഹിംസാ സിദ്ധാന്തത്തെപ്പറ്റി, അഹിംസാ സിദ്ധാന്തവും സത്യാഗ്രഹവും ഒക്കെ കൊണ്ടുനടക്കുന്ന അതേ വ്യക്തി തന്നെ ഗുജറാത്തിൽ പോയിട്ട് അവിടെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ പട്ടാളത്തിൽ ചേരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഹിംസാ സിദ്ധാന്തം എവിടെ പോയി? പട്ടാളത്തിൽ ഒരാൾ ചേരുന്നത് ബൈബിൾ വചനങ്ങൾ പറയാനും അല്ലെങ്കിൽ ഗീത വചനങ്ങൾ പറയാനും ഒന്നും അല്ലല്ലോ, യുദ്ധം ചെയ്യാനല്ലേ, ചോര വീഴ്ത്താനല്ലേ. അപ്പോൾ അതും അഹിംസയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തെപ്പറ്റി സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട്. ബാപ്പുജിയുടെ ലളിത ജീവിതം നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആടുകളും മറ്റും, ആട്ടുംപാൽ മാത്രമേ അദ്ദേഹം കുടിക്കാറുള്ളൂ. ആടുകളെ കൊണ്ടുപോകാറുണ്ട്, അതിനുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇതിനൊക്കെ വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെൻറ്റ്, ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് അതിനൊക്കെ വേണ്ടി മാത്രം റിസർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ലളിത ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. ഇനി ഇന്നത്തെ കാലത്തെ സുഡാപ്പികളുടെ ഒരു ഇരട്ടത്താപ്പ് കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതായത് ഇന്ന് ഒരാൾ ഈ ലൗകിക സുഖങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് പോയി എന്ന് ചുമ്മാ സങ്കല്പിക്കുക. അങ്ങനെയുള്ളവരുണ്ട്. അവർ അഗ്നനഗ്നരായിട്ടൊക്കെ ആയിരിക്കും ചിലർ നടക്കുന്നത്. ഇപ്പോൾ ഈ അഘോരികൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ എന്താ പറയുക, ദിഗംബരർ എന്നൊക്കെ പറഞ്ഞ കൂട്ടർ ചിലപ്പോൾ പൂർണ്ണ നഗ്നരായിട്ടായിരിക്കും നടക്കുന്നത്. നമുക്ക് പൂർണ്ണ നഗ്നരെ വിടാം. അർദ്ധ നഗ്നരായിട്ടൊക്കെ നടക്കുന്ന ചില സന്യാസിമാരും മറ്റുമൊക്കെ ഉണ്ട്. അവരെയൊക്കെ അതിനിശ്ചിതമായി ചീത്ത വിളിക്കുന്നവരെ നമുക്ക് ഇപ്പോഴും കാണാം. തെറി വിളിക്കുന്നവരും അവരുടെ വേഷത്തെ, അവരുടെ സംസ്കാരത്തെ, അതുവഴി ഹിന്ദുവിനെയൊക്കെ പറയുന്നവരെല്ലാം കാണാം. പക്ഷേ ഇവരൊന്നും ഒരിക്കലും ഇതേ വേഷത്തിൽ നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇതിലും ഇത്രയും വസ്ത്രം പോലും ഇല്ലാതെ നടന്നിരുന്ന ഗാന്ധിജിക്കെതിരെ ഒന്നും പറയാറില്ല. ഇനി മാത്രമല്ല, അദ്ദേഹം 2 പെൺകുട്ടികളെ, ഈ പി സി ജോർജ് പറഞ്ഞ കണക്ക് തന്നെ തോളിൽ കയറ്റുകൊണ്ടാണ് നടന്നിരുന്നത്. 2 ആൺകുട്ടികളെ എന്തുകൊണ്ട് പറ്റില്ലായിരുന്നു എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ബ്രഹ്മചര്യ പരീക്ഷണം എന്ന് പറഞ്ഞൊരു പരീക്ഷണം കൂടി നടത്തിയിരുന്നു. അത് ഒരുപാട് വിമർശനം കേട്ടതാണ് അദ്ദേഹം. അവസാനം അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിന്തിരിയുകയുണ്ടായി. 2 കൊച്ചു പെൺകുട്ടികളെ അപ്പുറം ഇപ്പുറം കിടത്തി അദ്ദേഹം നടുക്ക് കിടന്നിട്ടാണ്. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാര്യമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഇക്കാലത്തായിരുന്നെങ്കിൽ ഇക്കാലത്തുള്ള ഒരു പ്രത്യേക നിയമപ്രകാരം അകത്ത് പോകേണ്ട കേസാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് അംഗീകരിക്കാൻ പറ്റുന്നതേ അല്ല. പിന്നെ അത്രയും ക്രൂരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ബ്രിട്ടീഷുകാർ. അവരുടെ മുന്നിൽ ഈ ചർക്ക കറക്കിയാലോ ഉപ്പ് കുറിക്കാലോ ഒന്നും അവർ സ്വാതന്ത്ര്യം കൊടുക്കില്ല. സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പോകാൻ പല കാരണങ്ങളുണ്ട്. ഏതാണ്ട് 54ഓളം രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ കീഴിലുണ്ടായിരുന്നു. ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്നൊക്കെ പറയത്തില്ല, കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടങ്ങളിലൊന്നും ഒരു ഗാന്ധിയും ഇല്ലായിരുന്നു, ഒരു നെഹ്റുവും ഇല്ലായിരുന്നു. പിന്നീട് അവർക്കെതിരെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിന്നത് സൗത്ത് ആഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയും മറ്റുമൊക്കെയാണ്. പക്ഷേ നെൽസൺ മണ്ടേലയ്ക്കും ഈ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടി അതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് കിട്ടിയത്. അവർ ഏറ്റവും കൂടുതൽ ആരാണ് എതിർത്തിട്ടുള്ളത്? അവർക്കൊക്കെ വളരെ താമസിച്ച് മാത്രമേ അവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ ഗാന്ധിയോ സത്യാഗ്രഹമോ അല്ലെങ്കിൽ ഒപ്പുവെറുക്കലോ ചർക്ക കറക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ സ്വാതന്ത്ര്യം എന്തോ പിടിച്ചു വാങ്ങിയെടുത്തതാണ് എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അതും അഹിംസാ രീതിയിൽ. സത്യാഗ്രഹം അങ്ങനെയൊന്നുമല്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് അവർക്ക് പിന്നോട്ട് പോവേണ്ടി വന്നു. ഇവിടെ നിന്ന് കിട്ടാവുന്നതെല്ലാം അവർ ഊറ്റിയെടുത്തു. ഇപ്പോൾ റെയിൽവേയൊക്കെ അവരുടെ സംഭാവനയാണെങ്കിൽ കൂടിയും അവർക്ക് നമ്മുടെ നാട് കൊള്ളയടിച്ചുകൊണ്ട് സാധനങ്ങൾ കടത്താനുള്ളൊരു എളുപ്പമാർഗ്ഗമായിട്ടാണ് അവർ റെയിൽവേ പോലും ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടാവുന്ന പരമാവധി അവർ ഊറ്റിക്കഴിഞ്ഞു. പിന്നീട് ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ഈ സായുധ സമരം, അതായത് ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ആളുകളുടെ ആ ഒരു ത്വരയും ഭയമില്ലായ്മയും ആളുകളിൽ കൂടുതലായിട്ട് വരുന്നു. അതിന് കാരണം ഭഗത് സിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നു,
സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാകുന്നു. അദ്ദേഹം പുറത്തു പോയിട്ട് മറ്റു രാജ്യങ്ങളുടെ സൈന്യവുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ബ്രിട്ടനെതിരെ പോരാടാനൊക്കെ ഒരുക്കുന്നു. ആ രീതിയിലുള്ള വലിയ വെല്ലുവിളിയും പിന്നീട് ലോകരാഷ്ട്രീയം തന്നെ ഒരുപാട് മാറിമറിയുകയൊക്കെ ചെയ്തപ്പോൾ നിവൃത്തിയില്ലാതെ ഇട്ടിട്ട് പോയതാണ് അവർ. അല്ലാതെ ഇവിടെ ഈ പറയുന്ന പോലെ ഉപ്പ് കുറുക്കിയതുകൊണ്ടോ ചർക്ക കറക്കിയതുകൊണ്ടോ അങ്ങനെ കിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിനെ അതിനിശ്ചിതമായിട്ട് രവിചന്ദ്രനെ മാഷിനെ പോലുള്ളവർ വിമർശിക്കുന്ന ഒരു ഭാഗം കൂടെ അത് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയാം ആ സംഭവം. ഒരുപാട് പുസ്തകങ്ങളുമുണ്ട്. ജാലിയൻ വാലാബാഗ് നമുക്കറിയാം, അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ. ഒരുപാട് സ്ത്രീകളും കുട്ടികളുമൊക്കെ കൊല്ലപ്പെടുകയുണ്ടായി. അത് ഗാന്ധി അറിഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞ എന്താണെന്നറിയാമോ? അവർ ഭീരുക്കളെ പോലെ പിന്തിരിഞ്ഞോടാൻ പാടില്ലായിരുന്നു, അവരുടെ പിൻവശത്താണ്, അതായത് പുറകിലാണ് വെടിയേറ്റത്, അങ്ങനെ പാടില്ലായിരുന്നു, നെഞ്ച് വിരിച്ച് നിന്ന് വെടിയുണ്ടകൾ ഏൽക്കണമായിരുന്നു എന്ന്. അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ നെഞ്ച് വിരിച്ച് നിന്ന് ബ്രിട്ടീഷുകാരൻ്റെ വെടി കൊള്ളണമായിരുന്നു എന്ന് പറഞ്ഞു. മറ്റൊരു അവസരത്തിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അന്ന് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വലിയ ലഹളയും മറ്റുമൊക്കെ ഉണ്ടാകും, കൊലപാതകങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. ആ സമയത്ത് ഹിന്ദുക്കൾ തിരിച്ചടിക്കാൻ പാടില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊന്നിട്ട് പോട്ടെ, അവർ കൊന്നു മടുത്തോളും, അപ്പോൾ നിർത്തിക്കോളും. അഥവാ അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ടാലും അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് കാണണം എന്ന തരത്തിൽ വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. പിന്നീട് പല ബുക്കുകളും മറ്റുമൊക്കെ പഠിച്ചു, ചരിത്രം പഠിക്കുന്ന ആളുകൾ പിന്നീട് ഓരോ വേദിയിൽ ഇത് പറയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. കാരണം 10-60 വർഷത്തോളം ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ, അവർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ജനങ്ങളിലേക്ക് അവർ എത്തിച്ചിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കൽ ഒരു നാൾ എല്ലാം പുറത്തു വരും എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനും വിമർശിക്കപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആളുകൾ സത്യം അറിയാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിമർശിക്കപ്പെടും. അതിനുള്ള കാര്യങ്ങളും ആ ജീവിതത്തിൽ തന്നെയുണ്ട്. എന്തൊക്കെ നന്മ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടോ എങ്കിലും അതിനെയൊക്കെ മുക്കിക്കളയാനുള്ള തിന്മകളും ആ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 47-ാമത്തെ വയസ്സിലാണ് പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇവിടേക്ക് വന്ന് നേതാവാകുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ്. ഇന്നിവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ, ഞാനിത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് അത് കാണാം. പക്ഷേ അന്നത്തെ കാലത്ത് അതിനുള്ള ഒരു മാർഗവുമില്ല. എന്നിട്ടും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച ഗാന്ധിയെപ്പറ്റി ഇന്ത്യ മുഴുവൻ വാർത്തയാവുകയും അദ്ദേഹം വരുന്നത് നോക്കി ആളുകൾ ഇരിക്കുകയും ഉടനെ തന്നെ അദ്ദേഹം നേതാവുകയും ചെയ്തുവെങ്കിൽ അതിന് പിന്നിൽ, അങ്ങനെ ആ വാർത്ത കൊടുക്കാൻ ആരായിരിക്കും പിന്നിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ളൊരു വാർത്തയാണെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് പോകണമെങ്കിലും പ്രചരിക്കണമെങ്കിലും അവർ വിചാരിക്കാതെ നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വരുമ്പോൾ ശരിക്കും ഈ മഹത്വവൽക്കരിച്ച് വെച്ചിരിക്കുന്ന ഈ വ്യക്തിയൊന്നും അത്ര മഹാനൊന്നുമായിരുന്നില്ല എന്നൊരു പോയിന്റിലേക്കായിരിക്കും ഏതൊരു വ്യക്തിയും എത്തപ്പെടുക. അങ്ങനെ എത്തപ്പെടേണ്ടതാണെങ്കിൽ എത്തപ്പെടുക തന്നെ ചെയ്യണം, അതിനകത്ത് സംശയമൊന്നുമില്ല. ഒരു 5-6 വർഷത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെപ്പറ്റി ഞാൻ വിമർശന രീതിയിലൊക്കെ എഴുതുമ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയും വേണ്ട കേട്ടോ പണിയാവും എന്ന് പറയും. അപ്പോൾ എന്ത് പണിയാവും? എല്ലാ മനുഷ്യരും വിമർശിക്കപ്പെടണം, ആരും വിമർശനത്തിന് അതീതരൊന്നുമല്ല, ദൈവം പോലും. പിന്നെയാണ് ഗാന്ധി. അന്ന് പക്ഷേ അത്രയൊന്നും ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേറൊരു മനോവരിൽ മഹോന്നതൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ എയറിലാണ്, ഫുൾ ടൈം ശൂന്യാവസ്ഥയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും കേസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും പഠിക്കുന്നവർക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ VC ജോർജ് പറയുന്ന പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കൊക്കെ ഉണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം നേടുത്തുന്നത് ഗാന്ധിയാണെന്ന് പറയുമ്പോഴാണ് അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ റിലേ മത്സരം, ഓട്ടമാണല്ലോ, റിലേ മത്സരം കാണാറുണ്ടല്ലോ. 4 പേരാണ് ഒരു ടീമിലുള്ളത്. 4 പേരും കൂടെ ഓടിയാണ് അവസാനം വരുന്ന ഒരാൾ ഓടി ഫസ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുന്നത്. അതിൽ ഈ അവസാനം വരുന്ന ആൾക്ക് മാത്രമാണോ മെഡൽ കൊടുക്കുന്നത്, സമ്മാനം കൊടുക്കുന്നത്? അല്ല, 4 പേർക്കുമുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് എന്നൊരു സംഘടന ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളും അവർക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടിന് മുമ്പ് തന്നെ എത്രയോ നാട്ടുരാജ്യമായിട്ട് ശിഥിലമായിട്ട് കിടന്നിരുന്ന ഒരു വലിയ പ്രദേശമായിരുന്നു. അപ്പോൾ ഓരോ നാട്ടുരാജാക്കന്മാർക്കെതിരെയും ഈ നികുതി കൊണ്ടുവരുമ്പോഴും കപ്പം ചുമത്താനൊക്കെ വരുമ്പോഴും ഒക്കെ അവരെ എതിർത്തിട്ടുണ്ട്. അവരെ കൊണ്ട് സാധ്യമായ രീതിയിലൊക്കെ പലരും എതിർത്തിട്ടുണ്ട്. കേരളം പക്ഷേ കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ അത്രയ്ക്കൊന്നും വലിയ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടില്ല കേരളം. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വടക്കേ ഇന്ത്യയുമായിട്ട് ഉണ്ട് താനും. അപ്പോൾ ആ കാലത്തും ആദിവാസികളായിരുന്നവർ പോലും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള പേരറിയാത്ത എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കോൺഗ്രസ് മാത്രം എടുത്തുകൊണ്ട് പോകുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ കോൺഗ്രസ് പലതായിട്ട് പിളർന്നിട്ടുണ്ട്. ആറും ഓയും ഒക്കെ ആയിട്ട് വരെ പിളർന്നിട്ടുണ്ട്. അങ്ങനെ പിളർന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് ജനസംഘമാവുന്നു, പിന്നെ ജനതാ പാർട്ടി ആവുന്നു, പിന്നീട് അത് BJP ആവുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ പുറകോട്ട് പോയാലും അതിൻ്റെ ഒരു ഭാഗം പോയി കിടക്കുന്നത് കോൺഗ്രസ് സംഘടനയിലായിരുന്നു എന്ന് കാണാം. അത് പിന്നെ പിളർന്ന് ഇന്ദിരാ കോൺഗ്രസ് ഒക്കെ ആവുന്നുണ്ട്, പിന്നെയും വളരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന കോൺഗ്രസ്സുകാർ അവരുടെ മാത്രമാണ് ശ്രമം കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറയുമ്പോഴാണ് അവർ വിമർശിക്കപ്പെടുന്നത്.
അതായത് ഇന്ന് BJP-കാരനായിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ പലരുമായിരിക്കാം, അല്ലെങ്കിൽ ഞാനായിരിക്കാം, മറ്റൊരാളായിരിക്കാം, നമ്മുടെയൊക്കെ മുൻ തലമുറ, അതായത് നമ്മുടെ പിതാവോ പിതാവിൻ്റെ പിതാവോ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അന്നത്തെ കോൺഗ്രസ് സംഘടനയിൽ അംഗമായിരുന്നായിരിക്കും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയായിരിക്കും. ആ നമ്മളോടാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നത്, നിനക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു എന്ന കാര്യം ഇവർ മറന്നു പോകുന്നു. ഈ സംഘടന തന്നെ ഉണ്ടാക്കിയത് ഒരു ബ്രിട്ടീഷുകാരനാണ്. ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൽ തന്നെ ഒരു പൊരുത്തക്കേടില്ലേ? അങ്ങനെ ഓരോന്നിനെ പറ്റി ചിന്തിച്ചാലും ഇതൊക്കെ വിമർശന വിധേയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവുകയും വേണം. PC ജോർജിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒരു മര്യാദകേടാണ് എന്ന് തോന്നും. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം ചരിത്രപരമായിട്ട് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് വസ്തുതാപരമായിട്ട് അത് ശരിയാണ്. ഇനിയത്തെ കാലത്ത്, ഇപ്പോഴത്തെ ജൻസി ആണെങ്കിൽ കൊള്ളാം, ഇനിയത്തെ കാലത്തെ ആളുകളാണെങ്കിലും ചോദിക്കും, ഈ ഉപ്പ് കുറിക്കാലും ചർക്ക കറിക്കാലും ഒക്കെ ഇത്രയും ക്രൂരന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നിട്ട് പോകുമോ എന്നൊക്കെ ന്യായമായിട്ടുള്ള സംശയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ മഹത്വവൽക്കരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് രാഷ്ട്രീയ നേട്ടം കിട്ടുന്നവർ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് എല്ലാ ക്രെഡിറ്റും അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതൊരു പാർട്ടിക്കും നടക്കില്ല, ഒരു വ്യക്തിയിലേക്കും നടക്കില്ല. അങ്ങനെയല്ല ഇന്ത്യയുടെ ചരിത്രം എന്നതാണ് യാഥാർത്ഥ്യം.